ഞാൻ നോക്കുന്നത് നമുക്ക് മൂന്നാല് അനുഭവങ്ങളുണ്ട് ഈ തമിഴ്നാട് കർണാടക പോകുമ്പോൾ. നമ്മൾ കൂടുതൽ പോകുന്നത് തമിഴ്നാട് കർണാടകയിൽ കൂടെ നമ്മൾ കൂടുതൽ പോകല് പാസ് ചെയ്യല്. നമ്മൾ പോകുമ്പോൾ നമ്മൾ അതിൽ കേരള വണ്ടി തന്നെ ഓൾറെഡി ഉണ്ടാവും. ഒന്നിലും ഓട്ടോറിക്ഷ ഉണ്ടാവും, അതല്ലെങ്കിൽ ബൈക്ക്. അതുകൊണ്ട് ഓട്ടോറിക്ഷ ബൈക്ക് ആകുമ്പോൾ തന്നെ KL വണ്ടിയാണ് നമ്മൾ പോകേണ്ടത്. KL വണ്ടി പോകുമ്പോൾ ഒന്ന് എൻട്രി ഫീസ് എല്ലായിടത്തും കൊടുക്കണം. KL വണ്ടി കാണുമ്പോൾ തന്നെ എൻട്രി ഫീസ് കൊടുക്കാതെ വിടൂല. അപ്പോൾ ഉദാഹരണം നമ്മൾ ഊട്ടി പോകണമെങ്കിൽ തന്നെ ഊട്ടിയിൽ 2 ഓട്ടത്തിന് ചെക്ക് ചെയ്യേണ്ടവർ എൻട്രി ഫീസ് കൊടുക്കണ്ടോ, കൊടുക്കാത്ത വണ്ടികൾ വിടണില്ല. അത് ഭയങ്കര ബുദ്ധിമുട്ട് ചെയ്യുന്നുണ്ട്. അതേമാതിരി പിന്നെ പോലീസുകാർ കേരള വണ്ടി മാത്രം നോക്കി കൈയാട്ടും. വേറെ വണ്ടി ഇങ്ങനെ കൈയാട്ടില്ല. തമിഴ്നാട് വണ്ടിക്കൊന്നും വലിയ വിഷയമല്ല. നമ്മളെ കേരളത്തിൽ നിന്ന് വരുന്ന വണ്ടികൾ മാത്രം കൈയാട്ടിയിട്ട് പേപ്പർ കാര്യങ്ങളെല്ലാം ഫൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ കയ്യിൽ ഓൾറെഡി നമ്മളെ കയ്യിൽ TN വണ്ടി ഉണ്ട്. അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യുക, ഇനി നമ്മൾ യാത്ര ഫുള്ള് തമിഴ്നാട്ടിൽ പോകുമ്പോൾ TN വണ്ടി കൊണ്ട് പോകാൻ ചെയ്യുന്നത്. എന്നാൽ പിന്നെ പ്രശ്നമല്ലല്ലോ. നേരെ മറിച്ച് കേരളത്തിൽ നിന്ന് ഇപ്പോൾ അത് പുറത്തെ സ്റ്റേറ്റുകളിൽ നിന്നൊക്കെ കേരളത്തിൽ കണ്ടമാനം വണ്ടികൾ വരുന്നുണ്ട്. ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. അവർക്ക് എൻട്രി ഫീസും നമ്മൾ വാങ്ങണില്ല, പിന്നെ ഒരു ഫീസ് നമ്മൾ വാങ്ങില്ല. ടൂറിസ്റ്റ് ബേസ് പോയാലും ഫീസോ കാര്യങ്ങളൊന്നും നമുക്ക് വാങ്ങില്ല. പക്ഷെ കേരള വണ്ടി അതർ സ്റ്റേറ്റ് തമിഴ്നാടൊക്കെ പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. നല്ലോണം പിന്നെ ചെക്കിങ് കാര്യങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളെ കയ്യിലെ TN വണ്ടി ഇപ്പോൾ ഇതാണ് 95 മോഡൽ ചേതക തമിഴ്നാട് കോയമ്പത്തൂർ വണ്ടിയാണ്. ഇത് പേപ്പർ കാര്യങ്ങൾ ക്ലിയർ. അപ്പോൾ ചില്ലറ വർക്ക് കാര്യങ്ങൾ ചെയ്യാണ്ട് നമ്മൾ അടുത്ത വർക്ക് വണ്ടി വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഓൾറെഡി ഇത് ചെയ്തിട്ട് വേണം ഉപയോഗിക്കണമെങ്കിൽ. വണ്ടി സ്റ്റാർട്ടിങ് കാര്യങ്ങളില്ലാതെ കിടക്കുകയാണ്. പേപ്പർ ക്ലിയർ ആണ് നിലവിൽ. അപ്പോൾ നമ്മൾ ഇനി അടുത്ത പോക്ക് പോണത് ഈ വണ്ടി കൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഈ വണ്ടി കൊണ്ട് പോയിട്ട് എന്താ അതിൻ്റെ അനുഭവം കാര്യങ്ങൾ നോക്കി വെക്കാമല്ലോ.